സജിത്ത് വളരെ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ആളുകളാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളിൽ പലരും. അവർക്ക് പലതരത്തിലുള്ള കഥകളും കൺമുന്നിൽ ബന്ധുക്കളടക്കം നഷ്ടപ്പെട്ടതിന്റെ വേദനയുമൊക്കെ അവർ പങ്കുവെക്കുന്നു. ക്യാമ്പിൽ എല്ലാവിധ ക്രമീകരണങ്ങളും ഈ ആളുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകരടക്കമുള്ള ആളുകൾ പ്രദേശഭരണ സ്ഥാപനങ്ങളിലെയും മറ്റ് സർക്കാർ വകുപ്പുകളിലെയും ആളുകളൊക്കെ സജീവമായിട്ട് സാധന സാമഗ്രികൾക്കൊന്നും യാതൊരു തരത്തിലുമുള്ള ഒരു ക്ഷാമമൊന്നും ഇവിടെ അനുഭവപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിറഞ്ഞ സേവനം എല്ലാവരും ചെയ്യുന്നുണ്ട്. ഈ ക്യാമ്പിൽ ഒരു വശത്ത് ഈ ഭക്ഷണവും ഇവർക്ക് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുമ്പോൾ മറുവശത്ത് ഈ ആരോഗ്യ പ്രവർത്തകർ കൃത്യമായി ഇടപെടൽ, ഈ താൽക്കാലികമായ ആരോഗ്യ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് മറുവശത്ത് കാണാനുള്ളത്. ഈ അപകടത്തിൽ പരിക്ക് പറ്റിയവരെയും രക്ഷപ്പെട്ടു വന്നവരെയും ഒക്കെ ഡോക്ടർമാരും മറ്റുമൊക്കെ ചേർന്ന് അവർക്ക് വേണ്ട ചികിത്സ നൽകുന്നതും മാനസികമായ കരുത്ത് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളും ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ താൽക്കാലിക ആശുപത്രികൾ പോലെ തന്നെയാണ് ഇപ്പോൾ മറുവശത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ അവർ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട മരുന്നുകൾ നൽകുന്നുണ്ട്. പലർക്കും കൈയും കാലും ശരീരമൊക്കെ മുറിഞ്ഞ് വന്നിരുന്ന ആളുകൾ പോലുമുണ്ട്. അത്ര ഗുരുതരാവസ്ഥയിൽ ഉള്ള ആളുകളല്ലാത്തവരാണ് ഇപ്പോൾ ഈ സ്ഥലത്ത് ഉള്ളത്. എന്തായാലും വളരെ സജീവമായി തന്നെ ഇവിടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരും അവരുടെ സാധന സാമഗ്രികളും ഒക്കെ ആയാണ് കയ്യിലുള്ളതും ഒക്കെ ആയിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇവിടെയും കാര്യങ്ങൾ കൃത്യമായി പോകുന്നു. പലരും അത്ഭുതകരമായി തന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നവരാണെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നെങ്കിലും അവർക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കാൻ നാട്ടുകാരൊന്നടങ്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. എല്ലാ സഹായങ്ങളും കൃത്യമായി നൽകുന്നുമുണ്ട്. സജിത്, എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകളുടെ അവസ്ഥ അതാണ്. അവിടെ അത്തരത്തിലാണ് സാഹചര്യം ഒരുങ്ങുന്നത്. അനീഷ്, ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നമുക്കറിയാം സാധാരണ രീതിയിലുള്ള വലിയ ദുരന്തം കുടുംബാംഗങ്ങളെയൊക്കെ നഷ്ടപ്പെട്ടു വന്നിരിക്കേണ്ടി വരുന്നവരാണ്. അപ്പം ഈ ക്യാമ്പിൻ്റെ ഒരു അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? എത്രത്തോളം ക്യാമ്പുകൾ ആ സമീപ പ്രദേശങ്ങളിലായി സജ്ജമാക്കിയിട്ടുണ്ട്? ഒപ്പം ആഹാരവും വെള്ളവും അതിനും അപ്പുറമുള്ള ഈ ചികിത്സാ സംവിധാനങ്ങളും ഒക്കെ അവിടെ സജ്ജമാണോ? തീർച്ചയായും എല്ലാ തരത്തിലുമുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിതാന്ത ജാഗ്രതയിലൂടെയാണ് സന്നദ്ധ പ്രവർത്തകരും മറ്റുള്ള ആളുകളും ഒക്കെ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഒന്നിനും ഒരു ഭക്ഷണമോ അല്ലെങ്കിൽ അത്തരം സൗകര്യങ്ങൾക്കൊന്നും ഇവിടെ ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ട് ഇവർക്ക് നേരിടുന്നില്ല. പക്ഷേ അതിലൊക്കെ ഉപരി പലരും ഭക്ഷണം കഴിക്കാൻ പോലും വയ്യാതെ ഒരു ഇറക്ക് വെള്ളം പോലും കുടിക്കാൻ മനസ്സില്ലാതെ നിൽക്കുന്ന ആളുകളെയും നമ്മളിവിടെ കാണുന്നുണ്ട്. കാരണം അവർ ഉറ്റവരും ഉടയവരും ഒക്കെ പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു. പലരും എവിടെയാണെന്ന് ഇപ്പോഴും അറിയാതെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളുമുണ്ട്. എവിടേക്ക് പോയി എന്ന് അറിയാതെ നിൽക്കുന്ന ആളുകളുണ്ട്. സ്വന്തം രക്തബന്ധത്തിലുള്ള ആളുകൾ, സഹോദരനെയോ സഹോദരിയോ മക്കളെയോ ഒക്കെ നഷ്ടപ്പെട്ട ആളുകൾ, പ്രായമായ ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് അത്തരമൊരു അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് തൽക്കാലം ഒരു അഭയ കേന്ദ്രം എന്ന രീതിയിൽ മാത്രമാണ് ഇതിനെ കാണുന്നത്. ഈ ഹൈസ്കൂളിലും സമീപത്തെ ഒരു സ്കൂൾ, കോളേജ് എന്നിവിടങ്ങളിലൊക്കെ ക്യാമ്പുകൾ ഇതിനകം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെയാണ് ആളുകൾ ഉള്ളത്. അത് അനീഷ് സൂചിപ്പിച്ചതുപോലെ അതാണ് സാഹചര്യം. നമുക്ക് വിവരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലാണ് മുന്നോട്ട് പോകുന്നത്. മുണ്ടക്കൈയുടെ ഒറ്റപ്പെട്ട മേഖലകളിലേക്ക് ഇതുവരെയും പൂർണ്ണമായി എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഇതാ ഈ കാണുന്ന ദൃശ്യം ഒരു വീടിൻ്റെ മേൽക്കൂര തകർത്ത് അതിനുള്ളിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള ശ്രമമാണ്. അവരുടെ അവസ്ഥ എന്താണ് എന്നത് മേൽക്കൂര തകർത്താൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. 5 പേർ ആ വീടിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനിയുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ വീടിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യമായിരിക്കും. അവിടെ ഇപ്പോൾ കോൺക്രീറ്റ് പൊളിച്ചു മാറ്റാൻ വേണ്ടി ഹാമർ ഉപയോഗിച്ച് ഇടിച്ച് പൊട്ടിക്കുകയാണ്. സാധാരണ രീതിയിൽ കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് വേഗത്തിൽ നടക്കേണ്ട പ്രവൃത്തിയാണ്. പക്ഷേ അവിടേക്ക് അത്തരം യന്ത്ര സംവിധാനങ്ങളുടെ ഒരു അപര്യാപ്തത ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ്. ഇത് അടക്കം ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ അനുമോദ് നേരത്തെ റിപ്പോർട്ട് ചെയ്ത ആ സ്ഥലം മുണ്ടക്കൈ മേഖലയാണ്. അവിടെ ഇനിയും ഇത്തരം വീടുകളിലേക്ക് നമുക്ക് ചെന്ന് പറ്റാനുണ്ട്. മുണ്ടക്കൈ നമ്മൾ ഇന്നലെയും റിപ്പോർട്ട് ചെയ്തതിലും എത്രയോ വലിയൊരു ദുരന്തം ഭൂമിയായിരുന്നു എന്നതാണ് വ്യക്തമാവുന്നത്. അവിടുത്തെ സാഹചര്യം അതാണ്. വിവരിക്കാൻ കഴിയാത്ത ദുരന്ത സാഹചര്യങ്ങളിലൂടെ ആ പ്രദേശം കടന്നുപോയി എന്നതാണ്. സ്റ്റിപ്പർ ഡോഗുകളുണ്ട്. വീടുകൾക്കുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, മണ്ണിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ തുടങ്ങിയ പരിശോധന ഒരുപക്ഷെ മനുഷ്യന് എത്തിപ്പെടാൻ പറ്റാത്ത ഇടങ്ങളിൽ അത് പോലീസ് നായ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകം പരിശീലനം ലഭിച്ച നായ ഉപയോഗിച്ച് അവർക്ക് അവിടെ കണ്ടെത്താൻ കഴിയുമോ എന്നതാണ്. മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ
ഉരുൾപൊട്ടൽ ഇടങ്ങളിൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന, അത് മനുഷ്യ ശരീരങ്ങളാവട്ടെ മറ്റെന്തെങ്കിലും വസ്തുക്കൾ, അതൊക്കെ കണ്ടെത്താൻ ഇത്തരം സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇവിടെയും അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. കൂടുതൽ ഇടങ്ങളിൽ ഒരുപക്ഷെ സുരക്ഷിതമായി, ഉരുൾപൊട്ടലുണ്ടായപ്പോൾ സുരക്ഷിതമായി അല്ലെങ്കിൽ വേഗത്തിൽ ഈ അപകടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയവരെയൊക്കെ വീണ്ടും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക്, മറ്റ് ഇടങ്ങളിലേക്ക് ചികിത്സ നൽകി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനാവുന്നത്. പ്ലാന്റേഷൻ മേഖലയാണ്. പ്ലാന്റേഷൻ മേഖലയിൽ നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്, നിരവധി 200-ലധികം ആളുകളാണ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരടക്കം അവിടെ കുടുങ്ങിക്കിടക്കുന്നതായി നമ്മൾ കണ്ടത്. അവരെയൊക്കെ നമുക്ക് പുറത്തെത്തിക്കേണ്ടതുണ്ട്. പക്ഷേ പൂർണ്ണമായി പുറത്തെത്തിപ്പിക്കണമെങ്കിൽ നമുക്ക് മുന്നിൽ തടസ്സങ്ങൾ നിരവധിയാണ്. അവിടെ റോഡ് ഇതുവരെയും പൂർണ്ണമായിട്ടില്ല, പാലം നിർമ്മാണമായിട്ടില്ല. അനുമോദ്, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ കൂടുതൽ ശ്രദ്ധിക്കാം. കാരണം ആ വീടിനുള്ളിൽ 5 പേരുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ അവസ്ഥ എന്ന ആശങ്ക നമുക്ക് മുന്നിലുമുണ്ട്. എന്താണ്, ആ കോൺക്രീറ്റ് പൊളിച്ചു കഴിഞ്ഞോ പൂർണ്ണമായി? സജിത്ത്, കോൺക്രീറ്റ് പൊളിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. മാറി മാറി ഹാമറുകൾ ഉപയോഗിച്ച് സന്നദ്ധ പ്രവർത്തകർ ആ കോൺക്രീറ്റ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2.5 മണിക്കൂറിലേറെ സമയമായിരിക്കുന്നു ഈ ഒരു പ്രവൃത്തി തുടങ്ങിയിട്ട്. ആദ്യം ഈ കോൺക്രീറ്റ്, ഈ കെട്ടിടത്തിന് മുകളിലുണ്ടായിരുന്ന ഷീറ്റ് വടം കെട്ടി വലിച്ചു നീക്കി. അതിനുശേഷം ഈ കോൺക്രീറ്റ് പൊട്ടിക്കാൻ തുടങ്ങി. ഈ വീട്ടിൽ 5 പേരുണ്ട് എന്നാണ് ഈ വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരങ്ങളും ഒക്കെ ഈ വീട്ടിലുണ്ട്. 5 പേരും മരിച്ചിരിക്കാമെന്നും ആശങ്കയും അദ്ദേഹം പങ്കുവച്ചിരുന്നു. അവരെ മൃതശരീരമെങ്കിലും കാണണം, അവർക്ക് അന്ത്യാഞ്ജലി നൽകണം, അത് അവരെ കണ്ടെത്തുക, ഏറെ വൈകരുത് എന്നൊരു അഭ്യർത്ഥനയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. കാരണം ഈ ഒരു ദുരന്തം നടന്ന് ഇപ്പോൾ 2ാം ദിവസത്തേക്ക് കടന്ന സാഹചര്യത്തിൽ ഇനിയും വൈകുന്നത് ഒരുപക്ഷെ നമുക്കൊക്കെ ഏറെ വേദനയുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കും. ഇപ്പോൾ ആശങ്കയായിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴ നമുക്കറിയാം, ഈ ഒരു ദുരന്ത മേഖലയിൽ ചെറിയ ഒരു മഴ പെയ്താൽ പോലും അതുണ്ടാക്കുന്ന ചലനങ്ങൾ, ഇമ്പാക്റ്റ് ഒരുപക്ഷെ വലുതായിരിക്കും. ഈ രക്ഷാപ്രവർത്തനം, തെരച്ചിൽ ഇതേ വേഗത്തിൽ ഒരുപക്ഷെ പിന്നീട് പുരോഗമിക്കില്ല. മാത്രമല്ല നമുക്കറിയാം, ഈ നിലം, നമ്മൾ ചവിട്ടി നിൽക്കുന്ന നിലം പോലും ഇപ്പോൾ കുതിർന്ന മണ്ണാണ്, മുട്ടറ്റം ചെളിയിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഒരു മഴ കൂടി പെയ്താൽ ഈ ഒരു സാഹചര്യങ്ങൾ വീണ്ടും വഷളാവും. നമുക്കൊക്കെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാകും അതുണ്ടാക്കുക. അപ്പോൾ കാലാവസ്ഥ പ്രതികൂലമാകുന്നു എന്നൊരാശങ്ക നൽകുന്നു. ഇപ്പോഴിതാ ആ കോൺക്രീറ്റ്, വടത്തിൻ്റെ ഒരറ്റം ഈ കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ ഒരു വശത്തേക്ക് എത്തിച്ച് മുറുക്കി ഒരേ സമയം വടം വലിക്കുകയും അതേസമയം കോൺക്രീറ്റ് കെട്ടിടം അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ ഭാഗം ഉയർത്തുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നേരത്തെ ഒരു തവണ അതിന് ശ്രമം നടത്തിയെങ്കിലും അത് സാധിച്ചിരുന്നില്ല. പിന്നീട് വീണ്ടും കോൺക്രീറ്റ് കെട്ടിടം, കോൺക്രീറ്റ് പൊളിച്ചു, കട്ടർ ഉപയോഗിച്ച് കമ്പികൾ മുറിച്ചു. ഇപ്പോൾ വടം അതിൻ്റെ അങ്ങേ തലക്കിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ച് കെട്ടുകയാണ്. അതേസമയം നമുക്ക് ഈ ഒരു ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ അങ്ങേ തലവരേക്ക് ഈ വടം നീണ്ടു കിടക്കുകയാണ്. അവിടെ വലിയ പാറക്കല്ല്, അത് ആ വടം വലിക്കാനുള്ള നിർദ്ദേശമാണ് ആ ഒരു വിളി. ഇവിടെ അവർ വടം മുറുക്കുകയാണ് ഇങ്ങേയറ്റത്ത്. നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പല രക്ഷാപ്രവർത്തനവും പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ശീലിക്കേണ്ടതായിട്ട് വരും. കാരണം സാഹചര്യം ഒട്ടും അനുകൂലമല്ല. ഇവിടെ യന്ത്രസഹായങ്ങൾ എത്തിയിട്ടില്ല. മനുഷ്യന് സാധ്യമായത് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. മനുഷ്യൻ്റെ കൈക്കരുത്ത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ പ്രവൃത്തി പരിമിതമായ സംവിധാനങ്ങളോടെ നടത്തുന്നത്. ഇവിടെ JCBയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യന്ത്രങ്ങൾ എന്തെങ്കിലും എത്തിയാൽ മാത്രമാണ് ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് വേഗത കൈവരികയുള്ളൂ. കാരണം ഈ മണ്ണ് നീക്കി, ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നീക്കി, മരത്തിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കി, ആളുകൾ ഉണ്ട് എന്ന് സംശയിക്കുന്നിടത്തൊക്കെ പരിശോധന നടത്തണമെങ്കിൽ അതിന് യന്ത്ര സംവിധാനം തന്നെ ഈ ഒരു ഘട്ടത്തിൽ ആവശ്യമാണ്. അത് നാളെയെങ്കിലും എത്തിക്കാൻ കഴിയണം. കാരണം ഓരോ ദിവസവും കഴിയും തോറും നമുക്ക് മണ്ണിനടിയിൽ നിന്നും ലഭിക്കുന്ന ആളുകളെ, അവരുടെ അവസ്ഥ വിവരിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തായിരിക്കും. കാരണം അത് പ്രിയപ്പെട്ടവർക്കൊക്കെ ഉണ്ടാക്കുന്ന ആഘാതം അത് ചെറുതായിരിക്കില്ല. അപ്പോൾ കഴിയും വേഗത്തിൽ അവരെ കണ്ടെത്തി അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുക, അവരെ ഉചിതമായ യാത്രാമൊഴി അവർക്ക് നൽകുക. അതിന് ഈ ഒരു തെരച്ചിൽ വേഗത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ നിൽക്കുന്ന ഇടം മാത്രമല്ല, ഇവിടെ
ഒരുപാട് ഇടങ്ങൾ ഇതുപോലെയുണ്ട്. അതാണ് ഏറ്റവും വലിയ സങ്കടം. എവിടെയെല്ലാം ആരെല്ലാം ഉണ്ട് എന്നൊന്നും അറിയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നമ്മൾ വടം കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് പൊക്കാനുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക. ഇത്രയും അധ്വാനം, ഒരു കൂട്ടം മനുഷ്യർ അവരുടെ സഹജീവികൾക്ക് വേണ്ടി നടത്തുന്ന വലിയൊരു പോരാട്ടമാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളെല്ലാം എത്ര നിസ്സാരരാണെന്ന് ഈ ഒരു ദുരന്തം നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നതൊക്കെയാണ്. ഇവിടെ എത്തുന്ന ഓരോ കാഴ്ചകളും നമ്മളെ അത് വിളിച്ച് പറയുന്നതാണ്. നമ്മളൊക്കെ പ്രിയപ്പെട്ട് വാങ്ങിച്ച അഭിമാനത്തോടെ അഹങ്കാരത്തോടെയൊക്കെ വാങ്ങിച്ച ഈ സാധന സാമഗ്രികളും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇവിടെ ചേറിൽ പുതഞ്ഞ് മറഞ്ഞു കിടക്കുകയാണ്. അത് വാങ്ങിച്ചവരും ഇന്നില്ല, ആ സാധനങ്ങളും ഇന്നില്ല. അപ്പോൾ എത്രമാത്രം നിസ്സാരരാണ് ഈ പ്രകൃതിയുടെ മുമ്പിൽ എന്ന് നമ്മൾ ഈ ഒരു കാഴ്ചകൾ കാണുമ്പോൾ സ്വയം പറയുകയാണ്. ആ പ്രകൃതിയുടെ ആ കലിതുള്ളിയിട്ടുള്ള ആ ഒരു താണ്ഡവത്തിൻ്റെ ബാക്കി പത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഇനിയുള്ളത് നമുക്കൊപ്പമുണ്ടായിരുന്നവർക്ക് വിട നൽകാനുള്ള ഒരു സാഹചര്യം ഒരുക്കലാണ്, അവരെ കണ്ടെത്തലാണ്. മണ്ണിനടിയിൽ കുടുങ്ങിയ, മണ്ണിനടിയിൽ ഉണ്ടെന്ന് കരുതുന്ന എല്ലാവരെയും പുറത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് ശ്രമകരമായ അധ്വാനം. അത് അതീവ ശ്രമകരമാണ്. കാരണം എവിടെയെല്ലാം ഉണ്ട് എന്നൊന്നും ആർക്കും പറയാനറിയില്ല, എവിടെയാണെന്നും ആർക്കും അറിയുകയില്ല. കാഴ്ചയുള്ളിടത്തെല്ലാം പരിശോധിക്കൽ മാത്രമാണ് ചെയ്യുന്നത്.